മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാവൂർ പഞ്ചായത്തിലെ ചെറുപ്പയിലെ മലപ്പുറത്ത് കർഷകനായ എടക്കിനി മിത്തൽ പത്മനാഭനെയാണ്. നമസ്കാരം. നമസ്കാരം. എത്രയോ വർഷങ്ങളായിട്ട് ഈ കാർഷിക ഫീൽഡിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ കൃഷിയാണ് ഇപ്പോൾ ഉള്ളത്? നേന്ത്രവാഴ കൃഷിയുണ്ട്, പിന്നെ സുഗന്ധവിള കൃഷികളുണ്ട്. എന്തൊക്കെയാണുള്ളത്? സുഗന്ധവിള ജാതി, അടക്ക, പിന്നെ കുരുമുളക്, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, പിന്നെ ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ഒറ്റയ്ക്കാണോ നടത്തുന്നത്, അതല്ല കൂട്ടായ രീതിയിലാണോ ചെയ്യുന്നത്? സ്വന്തം സ്ഥലത്താണോ അതല്ല മറ്റുള്ള സ്ഥലങ്ങൾ വാടകയ്ക്കെടുത്തതാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് പിന്നെ സ്വന്തം സ്ഥലത്ത് കൃഷിയുണ്ട്. അതായത് ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ സ്വന്തം സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. പച്ചക്കറി, കണിവെള്ളരി ഇതൊക്കെ പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നേന്ത്രവാഴ ഇതൊക്കെ പാട്ടത്തിനുണ്ട്, സ്വന്തം സ്ഥലത്തുണ്ട്. സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് 1 ഏക്കർ നെൽവയലാണുള്ളത്. അതിലൊരു 50 സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി മറ്റ് നേന്ത്രവാഴയൊക്കെ കൃഷി ചെയ്യും. പിന്നെ ബാക്കി നെൽകൃഷി ഉണ്ട് കുറഞ്ഞ തോതിൽ. പിന്നെ ഞാൻ ഈ പാടങ്ങൾ, ഈ ക്ലബ്ബൊക്കെ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശവും കൊടുക്കും. ഞാറ് പെയ്ത് കൊടുക്കും. പിന്നെ അതിൻ്റെ മൂപ്പ് ക്രമം, കാരണം ഒരു നെൽച്ചെടി ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാൻ 120 മൂപ്പുള്ളത് ആണ്. അപ്പോൾ അതൊരു 20 ദിവസം കൊണ്ട് പറിച്ച് നടണം. ആ നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ 20 ദിവസം എന്ന് പറഞ്ഞാൽ 45 ദിവസം കൊണ്ട് ഇത് കതിര് രൂപം കൊള്ളും. ഈ നെൽകൃഷി നട്ട് 45 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അതിന് അനുസരിച്ച് വളക്രമങ്ങളൊക്കെ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ. അപ്പം വളന്നൂർ പിന്നെ ഒരു ക്ലബ്ബ് കൃഷിയുണ്ട് പുഞ്ചപ്പാടത്ത്. അതിൻ്റെ എല്ലാ ഇതും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഇതിൻ്റെ ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡ് കിട്ടി. അതിലെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു മെമൻറ്റോ ഒക്കെ തന്ന് ആദരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താ പറഞ്ഞാൽ അവർക്ക് അത്രയും വിളവ് കിട്ടാൻ നമ്മളെന്താ പറഞ്ഞാൽ വളപ്രയോഗത്തിലൊക്കെ വളരെ നിഷ്കർഷിച്ച് ചെയ്യുക. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നെൽച്ചെടിക്ക് ഈ നട്ട് 20-25 ദിവസത്തിനുള്ളിൽ അതിന് കൊടുക്കാവുന്ന എല്ലാ വളങ്ങളും കൊടുത്തിരിക്കണം. കതിര് രൂപം കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിന് വളം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഇവർക്ക് ആ നിർദ്ദേശം കൊടുത്തുകൊണ്ട് കനത്ത വിളവ് അവർക്ക് കിട്ടി. അത് ജൈവവളമാണോ അല്ല രാസവളമാണോ? ജൈവവളമാണ് ആദ്യം കൊടുക്കുക. അതായത് നടുമ്പോൾ, ഞാറ് പറിച്ച് നടുമ്പം തന്നെ കോഴിക്കാട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളം. അത് നട്ട് അന്നേരം തന്നെ ഇതിട്ട് നിലം ഒരുക്കുമ്പോൾ തന്നെ ഇത് ഇട്ടിട്ടാണ് നടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെൽച്ചെടീൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് മാത്രമേ പിന്നെ രാസവളപ്രയോഗം നടത്താറുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ആ വളത്തിൻ്റെ ഇത് തന്നെ വളത്തിൻ്റെ മൂലകങ്ങൾ നോക്കിയിട്ടാണ് വളം ചെയ്യാൻ ഉപദേശിക്കുക അവരെ. എന്താ പറഞ്ഞാൽ എല്ലാ വളവും ചിലരൊക്കെ എന്താ പറഞ്ഞാൽ ഫാക്ടംബോസ് മുന്തിയ വളമാണ്, പിന്നെ യൂറിയ മുന്തിയ വളമാണ്, 17 മുന്തിയ വളമാണ് എന്നല്ലാണ്ട് അതിലെന്ത് മൂലകം അടങ്ങിയുള്ളത് എന്നുള്ളത് നമ്മളെ കൃഷിക്കാർക്ക് അറിയില്ല. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നൈട്രജനാണ് നമ്മൾ നേർവളമാണ് യൂറിയ. അതിൽ 46% ഉള്ളത് നൈട്രജൻ അടങ്ങിയുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ നേർവളമാണ് യൂറിയ. അപ്പോൾ നമ്മൾ ഫാക്ടംബോസ് വാങ്ങുമ്പോൾ അതിൽ 20% നൈട്രജൻ, 20% ഫോസ്ഫറസ് എന്ന തോതിലുള്ളത്. പിന്നെ 3% ഗന്ധകമുണ്ട്. ഗന്ധകം നമ്മളെ മണ്ണിന് അത്ര യോജിച്ചൊന്നുമല്ല. അപ്പോൾ അതെന്താ പറഞ്ഞാൽ ഈ കൂട്ടുവളങ്ങളാകുമ്പം വില വർദ്ധിക്കും, കൃഷിക്കാരൻ്റെ പോക്കറ്റ് കാലിയാവുക ചെയ്യുക. പിന്നെ അതിനെ കൂടുതൽ ഇവർക്ക് ഇതിൻ്റെ ബോധം നൽകി അവരെ കൊണ്ട് അത് ചെയ്യിച്ചിട്ടാണ് ഈ വിളവ് ഇത്രയും വർദ്ധിക്കാൻ ആ ക്ലബിന് ഉള്ള അവസരം ഉണ്ടായത്. പിന്നെ നമ്മൾ ഏത് കൃഷി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മൂപ്പിനെ പറ്റി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പം നേന്ത്രവാഴയാണെങ്കിൽ നമുക്ക് അത് പിന്നെ 4 മാസം ആകുമ്പോഴേക്ക് ഇതിൻ്റെ അടിയിൽ കൊല രൂപം കൊള്ളും. 4 മാസം ആകുമ്പോഴേക്ക് 5 മാസം പൂർത്തിയാകുമ്പോൾ കൊല പുറത്ത് വരും. 5 മാസം പൂർത്തിയായാൽ മതി. അപ്പോൾ 6 മാസം എന്നാണ് പറയുക. 6 മാസത്തിൽ കൊലയ്ക്കുക. പിന്നെ 2.5 മാസം ആകുമ്പോൾ ഏകദേശം മൂപ്പാവും. 9 മാസമാണ് അതിൻ്റെ കാലാവധി നേന്ത്രവാഴയ്ക്ക്. അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നടുമ്പം തന്നെ ധാരാളം അടിവളം, അപ്പം ചാണകപ്പൊടി ഒക്കെ ആട്ടുംകാട്ടമൊക്കെ ഉപയോഗിച്ച് അടിവളം ഇട്ട് വാഴ നടും. അതിൻ്റെ മുമ്പേ നമ്മൾ മണ്ണ് ഒരുക്കിയിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കള്ളിയൊക്കെ കൊത്തിയടച്ച് കുമ്മായൊക്കെ വെതറി അമ്ലരസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് ഒക്കെ പാകപ്പെടുത്തിയിട്ട മണ്ണിലാണ് ഇത് വെക്കുക. നട്ട് കഴിഞ്ഞ് ഇത് പൊടിക്കുന്നതിന് മുമ്പ് തന്നെ അടിവളമിട്ട് ഒക്കെ കള്ളിയൊക്കെ വെട്ടി റെഡിയാക്കി. പിന്നീടാണ് ഈ ഇത് കൊടുക്കുക. ആദ്യം നമ്മൾ എന്താ പറഞ്ഞാൽ ഫോസ്ഫറസ് അടങ്ങിയ വളമാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയ വളം എന്ന് പറയുമ്പോൾ ഫാക്ടംബോസ് 18 ഇതൊക്കെ ഫോസ്ഫറസ് അടങ്ങിയ കൂട്ടുവളങ്ങളാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ല. ഈ ഫാക്ടംബോസ് 1 കിലോന് പിന്നെ ഈ 30-40 ഉറുപ്പ്യോളം വില വരും. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ
20 ഉറുപ്പ്യ വിലയ്ക്ക് ഈ രാജുഫോസ് കിട്ടും. അത് വെറും 20% ഫോസ്ഫറസ് അടങ്ങിയ വളമാണ്. അപ്പോൾ അത് രാജസ്ഥാനിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതിനെ കൊണ്ട് ധാരാളം കെമിക്കലൊന്നും അതിനകത്തില്ല, പ്രകൃതിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു വളമാണ്. അപ്പോൾ അതിലേക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 46% അടങ്ങിയ യൂറിയൻ്റെ ഇത് അതിൻ്റെ ഈ തോത് അനുസരിച്ച് അതിൽ ചേർക്കും. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 46% ആകുമ്പോൾ നമുക്ക് 20% കിട്ടാതെ 1/2 കിലോ ചേർത്താൽ മതി 1 കിലോയിൽ. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് ഫസ്റ്റ് വളം ഇടും. അപ്പം ലാഭകരമാണ്. അതാണ് ഏറ്റവും ലാഭകരം. കാരണം വളത്തിൻ്റെ മൂലകം അറിയാതെ നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കരുത്. നമ്മളെ മണ്ണിൻ്റെ ഘടനയെ നഷ്ടപ്പെടുത്തും. അപ്പോൾ ഒരു വാഴയ്ക്ക് ഏറിയാൽ ഒരു 500 ഗ്രാം വളയാകെ വേണ്ടു. മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് മണ്ണ് പരിശോധിക്കാറുണ്ട്. മണ്ണ് പരിശോധിച്ചിട്ട് ഏകദേശം നമ്മൾ അതിൻ്റെ ഘടന മനസ്സിലാക്കും. പിന്നെ ഈ ചെടീൻ്റെ വളർച്ച കണ്ടാൽ യഥാർത്ഥ ഒരു കർഷകൻ അറിയാം അതിനെന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വളപ്രയോഗം നടത്തുന്നത്. വീട്ടിൽ ആരെങ്കിലും സഹായം കിട്ടാറുണ്ടോ? വീട്ടിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ വിളവെടുപ്പിനൊക്കെ സമയത്തൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുതരും. അതല്ലാണ്ട് ഭാര്യയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ മകനുള്ള പോലീസിൽ ജോലിയുള്ളതിനെ കൊണ്ട് അവൻ അതിനും പോകും. നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയൊക്കെ ലാഭകരമാക്കണമെങ്കിൽ നമ്മൾ തന്നെ ഈ പ്രയത്നിച്ചാൽ പറ്റൂ. അപ്പോൾ എന്താ പറഞ്ഞാൽ കൂലിക്ക് പണിയെടുക്കുന്നവന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂലിയൊന്നും കഴിച്ച് ഇന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് ഒരിക്കലും അത് മുതലാവില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ കൃഷി ധാരാളം ഉണ്ടാക്കിയിട്ട് കാര്യമല്ല, ഉള്ളത് നല്ല വിളവ് വർധനയിൽ അത്യുൽപാദന ശേഷിയിൽ ഉണ്ടാക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഇങ്ങനെ വളം ഒക്കെ വളരെ പരിമിതപ്പെടുത്തി അതിൻ്റെ മൂലകങ്ങൾ മനസ്സിലാക്കി ഉപയോഗിച്ചാൽ കൃഷി വളരെ ലാഭകരമായ ഒരു പരിപാടിയാണ്. അതിലുപരി കർഷകന് കിട്ടുന്ന എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കയ്യിലുള്ള മാതിരിയാണ് ഒരു കാർഷിക വിളയെ കൂടി നടക്കുമ്പോൾ. കാരണം അത് പുഷ്പിച്ച് അത് വളർന്ന് ഓരോ വില ഇരുമ്പം കൃഷിക്കാരനെ മനസ്സിൽ വളരെയേറെ സന്തോഷം. അതാണ് ആ കൃഷിക്കാരന് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഏക കാരണം. കാരണം ഇപ്പോൾ നമ്മളെ നെല്ലൊക്കെ കതിരുവെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് കൂടുതൽ വരുമാനം നമുക്ക് കിട്ടും. ഒരു പ്രതീക്ഷകളാണ് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം. പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ അതിലുപരി വളരെ ആഹ്ലാദത്തിലേക്ക് കർഷകൻ. അതാണ് കർഷകന് വലിയ അസുഖം ഉണ്ടാവാത്തതിൻ്റെ പ്രധാന കാരണം. മാനസികമായിട്ട് എപ്പോഴും ഉയർന്ന നിലവാരത്തിലാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളൊരു കണിവെള്ളരി ഉണ്ടാക്കി അത് വിളവെടുക്കുമ്പോൾ അത് പുഷ്പിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അവന് അമിതമായ ആഹ്ലാദമാണ്. അതേപോലെ നെല്ലൊക്കെ എന്താ അതിൻ്റെ ഇതെന്നറിയാം. നമ്മൾ ഞാറ്റടി തയ്യാറാക്കി മുളച്ച വിത്ത് അതിൽ ഇടുമ്പോൾ വളരെയേറെ സന്തോഷത്തിലായിരിക്കും കൃഷിക്കാരൻ. ഈ പപ്പൻ്റെ കൈക്ക് എന്താണ് ഈ കൃഷി ചെയ്യുമ്പോൾ സംഭവിച്ചത് ആണോ അതല്ല മുമ്പ് എന്തെങ്കിലും പറ്റിയതാണോ? പിന്നെ നെല്ല് മെതിക്കുമ്പോൾ പറ്റിയതാണ്. ഞങ്ങൾക്ക് പിന്നെ ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു മെതിയന്ത്രം അനുവദിച്ചു തരുന്നതിന് വിശാലാക്ഷി ടീച്ചർ പ്രസിഡൻ്റായ സമയത്ത്. അപ്പോൾ ആ മെതിയന്ത്രം ഞങ്ങളെ പാടശേഖരത്ത് മാത്രമല്ല ഞങ്ങൾ കോടഞ്ചേരിയൊക്കെ അത് മെതിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് പല കർഷകർക്കും വേണ്ടി. പിന്നെ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് അവർ വിളിക്കുകയും നമ്മൾ അവരെ കൊണ്ടുപോയി മെതിച്ച് ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പിന്നെ കുറ്റിക്കാട്ടൂർ ഭാഗത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്തും ഇത് കൊണ്ടുപോയി വെച്ചെടുത്ത് അതൊന്നുമില്ല. പിന്നെ ഒരു ദിവസം ഞങ്ങളെ വയലിൽ തന്നെ നെല്ല് മെതിക്കുമ്പോൾ ഇത് മെഷീനിൽ കുടുങ്ങുകയുണ്ടായത്. എന്നിട്ട് ഒരു ഭാഗത്ത് എല്ല് പൊടിഞ്ഞു പോയി. പിന്നെ 4 ലക്ഷത്തി ഉറുപ്പിയോളം ചിലവാക്കി ബേബി മെമ്മോറിയലിന് ശരിയാക്കിയെടുത്താണ് ഈ കൈ. ഇപ്പോൾ ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് കൃഷി വകുപ്പിൻ്റെ കർഷക ഇൻഷുറൻസ് എനിക്കുണ്ട്. പക്ഷേ അപേക്ഷ കൊടുത്തിട്ടും ആരും ഒന്നും ചെയ്തില്ല. പല വട്ടം ഞാൻ സിവിൽ സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങി, കൃഷി ഓഫീസൊക്കെ ഇറങ്ങി എന്നല്ലാണ്ട് ഒരു ആനുകൂല്യം പോലും കിട്ടിയില്ല. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച് സഖാവ് എളമരം കരീമ വ്യവസായ മന്ത്രി ആയപ്പോഴാണ് ഈ ഇതിനുള്ള ഇത് വന്നപ്പം എന്നെ കാണാൻ ആസ്പത്രിയിൽ വരികയും എനിക്ക് ഒരു സന്നദ്ധ സംഘടനേൻ്റെ സഹായത്തോടു കൂടി 1 ലക്ഷം ഉറുപ്പ്യ വാങ്ങിത്തരികയും ചെയ്തു. അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ അസുഖത്തു നിന്ന് കഴിച്ചിലാകാൻ വളരെയേറെ ഒരു സഹായമായി. അത് നമ്മളെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പപ്പന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടാവില്ലേ? കൃഷിഭവനുമായി പിന്നെ ആദ്യമായി എനിക്ക് കിട്ടിയത് ഏറ്റവും നല്ല കർഷകനായിട്ട് തന്നെ കർഷക ദിനത്തിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷം അതെനിക്ക് അന്ന് ഒരു 20-22 വയസ്സേ ഉള്ളൂ. അത്ര ചെറുപ്പം ആദ്യമേ കിട്ടിയതാണ്. പിന്നീട് എന്താ പറഞ്ഞാൽ വയലും വീടും പരിപാടീൻ്റെ 25ാം വാർഷികം മാവൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടേനു അയച്ചിന് പിന്നെ ആകാശവാണീൻ്റെ. അപ്പോൾ അന്ന് ഏറ്റവും നല്ല കർഷകനുള്ള പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് നേന്ത്രവായ കർഷകനും ഏറ്റവും നല്ല കണിവെള്ളരിൻ്റെ ഇതും ഒക്കെ എടുത്ത് അതിൻ്റെയൊക്കെ ബഹുമതി കിട്ടിയിട്ടുണ്ട്. അത്രയേ ആ കാര്യം വെച്ചുള്ളൂ. പിന്നെ ഞാൻ ഈ കൃഷിക്കാരുടെ ഈ തണ്ണീർത്തട പിന്നെ ജില്ലാ സമിതിയിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്.
3 വർഷക്കാലം. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി തരംമാറ്റിനുമായിട്ടാണ് അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത്. പക്ഷേ ഒരു ബത്തമൊന്നും സർക്കാർ അനുവദിച്ചില്ല. ഞങ്ങളെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് അതിൻ്റെ യാത്രാക്കൂലിയൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് എന്താ പറഞ്ഞാൽ അതിൽ ഞങ്ങൾക്ക് നല്ല പങ്ക് വയ്ക്കാനുണ്ട്. മാവൂർ ഭാഗത്തു നിന്ന്, കോഴിക്കോട് ജില്ലേൻ്റെ മാവൂർ ഭാഗത്ത് ഞാൻ, വടകരന്ന് വേറെയൊരു പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ കൊയിലാണ്ടിയിൽ നിന്ന് ഒരാളുണ്ട്. അങ്ങനെ 3 ആളതിന് കർഷക പ്രതിനിധികളായിട്ട് ആ സമിതിയിലുണ്ടായിന്. അന്ന് ഞങ്ങൾക്ക് വളരെയേറെ ഈ കൃഷിക്കാരൻ്റെ ഇത് സഹായം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിന്. നമ്മളിവിടെ ഇരിക്കുന്ന ഈ മാവിൻ്റെ മുകളിൽ ഒരു പാത്രം കെട്ടിത്തൂക്കിയായിട്ട് കാണുന്നുണ്ട്. എന്താണത്? നിങ്ങൾ ഈ കണ്ട പാത്രം ഒരു ഫിറമോൺ ഗണി എന്ന് പറഞ്ഞ സാധനം. അതെന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് മാങ്ങ പുഴുവാതിരിക്കാനാണ്. അപ്പം നമ്മളെ അധിക വീടുകളിലും മാങ്ങ ഉണ്ടാവുക ഒക്കെ പുഴുവായി പോണ മാങ്ങയാണെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ഇതിൻ്റെ വിവരം ഈ നാട്ടുകാർക്കാർക്കും അറിയില്ല. പക്ഷേ ഫിറമോൺ ഗണി പച്ചക്കറിയിൽ മാത്രം കുറേ കർഷകർക്ക് അറിയാം. പച്ചക്കറിയിലും ഉപയോഗിക്കുന്നത്, അതായത് ഇളവൻ, മത്തൻ, വെള്ളരി വർഗ്ഗ വിളകൾ കായ്ച്ച ശല്യം മൂലം കുത്തി പഴുത്തു പോണത് തടയാനാണ് അത് വെക്കുന്നത് പച്ചക്കറിയിൽ. പക്ഷേ മാവിന് ഇത് ഉപയോഗിക്കുന്ന വിവരം ആർക്കും അറിയില്ല. പക്ഷേ മാങ്ങ പുഴുവാകുന്നതും ഈ കായ്ച്ച ശല്യം കൊണ്ടാണ്. അത് എന്താ പറഞ്ഞാൽ എല്ലാ കർഷകരും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ധാരാളം മാങ്ങകളാണ് നമുക്ക് ഇങ്ങനെ ഈ കായ്ച്ച ശല്യം കൊണ്ട് നഷ്ടപ്പെടുന്നത്. മാങ്ങ ഉണ്ടായി ഉണ്ണി വിരിഞ്ഞ് ഒരു വിധം ആയിക്കഴിഞ്ഞാൽ ഈ സാധനം തൂക്കുക. അപ്പം മാങ്ങ തൊയിഞ്ഞു പോകണമെന്ന് നിൽക്കും. പിന്നെ മാങ്ങ പഴുത്ത് വരുമ്പോൾ അതിൽ പുഴു ഉണ്ടാവില്ല. അല്ലാതെ മാങ്ങയിൽ പുഴു ഉണ്ടാകുന്ന ഒരവസ്ഥയല്ല, ഈ കായ്ച്ചാണ് ആ പുഴുവിനെ വരുത്തുന്നത്. ശരി. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.